കരൂരിലെ ദുരന്തത്തിന്റെ വേദന നമ്മളിൽ നിന്ന് ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും വലിയൊരു സങ്കടമായി ആ റാലിയും അവിടുത്തെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ സാഹചര്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. കാരണം ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന TVKയുടെ വിജയുടെ പാർട്ടിയുടെ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. സംസ്ഥാന സർക്കാരിനും അത് നിർണായകമാണ്. ഒപ്പം തന്നെ കേസിലെ ജുഡീഷ്യൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. വളരെ വേഗത്തിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സച്ചിൻ എന്നോടൊപ്പം ചേരുകയാണ്. സച്ചിനാണല്ലോ കഴിഞ്ഞ ദിവസം കരൂരിൽ പോയി ലൈവ് വാർത്തകൾ നമുക്ക് അവിടെ നിന്ന് നൽകിയത്. നോക്കാം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളെന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ് പറയുന്നില്ല, കാരണം ദാരുണമായ കാഴ്ചകളുടെ മുന്നിൽ നിന്നാണ് സച്ചിൻ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയത്. കരൂരിലെ കാഴ്ചകൾ അത്രമാത്രം ഹൃദയഭേദകമായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായൊരു ദിവസമാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വിജയുടെ പാർട്ടിയുടെ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും അതിലെ കോടതി നിലപാട് വിജയ്ക്കും DMK സർക്കാരിനും ഒരുപോലെ നിർണായകമാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണങ്ങളും തമിഴ്നാട്ടിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനു, തീർച്ചയായും ഇന്ന് ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. അതായത് മരണസംഖ്യ 40-ൽ നിന്നും 41 ആയിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സുഗുണ എന്ന വീട്ടമ്മയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു സുഗുണയ്ക്ക് പ്രായം. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു സുഗുണ ചികിത്സയിൽ കഴിഞ്ഞത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 100ഓളം പേര് നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ 7 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ നാടിനെ ഒന്നാകെ, ലോകത്തെ രാജ്യത്തെയും ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ അത് വലിയ രീതിയിലുള്ള ചർച്ചയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വിജയ്ക്കും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും വലിയ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കാരണം TVKയുടെ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഭവങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജയ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വാദം ഇന്ന് ഉച്ചയ്ക്ക് 2:15 കേൾക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വിജയ്ക്ക് അനുകൂലമാകുമോ അതേപോലെ തന്നെ വിജയ്ക്ക് പ്രതികൂലമാകുമോ എന്ന കാര്യമാണ് ഏറെ ചർച്ചയാകുക. മാത്രമല്ല TVKക്കെതിരെയും വിജയ്ക്കെതിരെയും ഹൈക്കോടതിയിൽ നിന്നും പരാമർശമുണ്ടായാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയും രാഷ്ട്രീയ കോളിളക്കവും തമിഴ്നാട്ടിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. നേരെ മറിച്ച് വിജയുടെ റാലി റദ്ദ് ചെയ്യണം, അതായത് വിജയുടെ റാലി ഇനി എവിടെയും സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഹൈക്കോടതിയിലുണ്ട്. അതും ഇന്ന് പരിഗണിക്കും എന്ന് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കോളിളക്കം ഇന്നുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല മനു. അതുപോലെ തന്നെ നിലവിൽ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാറാം സംഭവ സ്ഥലവും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാറാം ഇന്ന് സംഭവ സ്ഥലവും അതേപോലെ തന്നെ ഓക്കെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സംഭവ സ്ഥലവും അതേപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, കേന്ദ്രവും കൃത്യമായ രീതിയിൽ തമിഴ്നാട്ടിലെ ദാരുണമായ സംഭവത്തെ തുടർന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടൽ ആണെങ്കിൽ പോലും കേന്ദ്രവും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അതേപോലെ തന്നെ രാഷ്ട്രപതി അടക്കമുള്ളവർ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു വലിയ രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയ് ഇതുവരെ കൃത്യമായ ഒരു നിലപാട് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ തമിഴ്നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ഇന്നലെ തമിഴ്നാട്ടിലെ ഈ ദുരന്തം നടന്ന പ്രദേശങ്ങളും അതേപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചിരുന്നു.
എത്തിയിരുന്നു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിയിൽ വരെ തമിഴ്നാട്ടിലെ പ്രമുഖ നേതാക്കളെല്ലാം എത്തിയിരുന്നു. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കെ ബാലകൃഷ്ണനും അതേപോലെ തന്നെ സച്ചിദാനന്ദം MP അടക്കമുള്ള നേതാക്കളൊക്കെ സന്ദർശിച്ചു. അവരൊക്കെ പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അതിദാരുണമായ ഒരു സംഭവം, കാരണം ഇതുവരെ തമിഴ്നാട് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത്തരത്തിൽ നടന്നത് എന്ന കാര്യം കൃത്യമായ രീതിയിൽ ഇവരൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിജയിയുടെ TVKയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു ചർച്ച തമിഴ്നാട് രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനു.